ഇൻബോക്സിൽ മുന്നേ വന്ന് കിടക്കുന്ന ഒരു കൃഷ്ണാനുഭവമാണ്. വളരെ കോരിത്തരിപ്പിക്കുന്ന ഒരു അനുഭവം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പറയാണ്, കുറച്ച് വേഗത്തിൽ പറയാം. ഈ അനുഭവം ഗ്രൂപ്പിലുള്ള ലേഖയ്ക്ക് അറിയാം. ത്രിമധുരം ഗ്രൂപ്പിലുള്ള ലേഖയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം എൻ്റെ ഹസ്ബൻഡിനോട് ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് കടക്കാൻ പറ്റാത്ത കരച്ചിലായിരുന്നു. എനിക്ക് വീട്ടിലൊരു വാഴ കുലച്ചിരുന്നു. അത് അടുത്ത ശിവക്ഷേത്രത്തിൽ കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ അവിടെ കൊടുക്കാനെത്തിയപ്പോൾ അവിടെ നട അടച്ചു പോയിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു അമ്മ പറഞ്ഞു, സാരമില്ല, ഇവിടെ വെച്ചോളൂ, ഗണപതിയുടെ നടക്കിൽ വെച്ച് പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ ചെയ്തു. ഞാൻ ജോലിക്ക് പോകുമ്പോൾ ബസ് ഇറങ്ങുന്ന സ്ഥലത്ത് ഒരു കാർത്യായനി അമ്പലമുണ്ട്. അവിടെയും അതിനു മുൻപേ ഒരു കൃഷ്ണക്ഷേത്രമുണ്ട്. രണ്ട് സ്ഥലത്തും പഴം കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഞാൻ താമസിച്ചായിരുന്നു ഇറങ്ങിയത്. സ്റ്റോപ്പിൽ ചെന്ന് 1 മണിക്കൂർ നിന്നിട്ടും ബസ്സില്ല. ഒരെണ്ണം വന്നത് നിർത്തിയതുമില്ല. താമസിക്കും തോറും ടെൻഷനായി. അങ്ങനെ ഒരു ഓട്ടോ വരുന്നുണ്ട്. ഓട്ടോ മുന്നോട്ട് പോയിട്ട് നിർത്തിയിട്ട് എന്നോട് ചോദിച്ചു, എങ്ങോട്ടാ എന്ന്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ക്ഷേത്രത്തിലേക്കാണ്. ഞാനും അങ്ങോട്ടാണ്, കയറിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഓട്ടോയിൽ കയറിയപ്പോൾ എൻ്റെ ആലോചന പൈസ കൊടുക്കാൻ തികയില്ലല്ലോ എന്നുള്ളതായിരുന്നു. അങ്ങനെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ മുന്നിലൂടെയാണ് ദേവീക്ഷേത്രത്തിലേക്ക് പോകുന്നത്. കൃഷ്ണക്ഷേത്രത്തിന് മുമ്പിലെത്തിയപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ ഞാൻ പിന്നീട് ഒരിക്കൽ വരാം, പഴം സമർപ്പിക്കാമെന്ന്. അങ്ങനെ ദേവീക്ഷേത്രത്തിൽ എത്തി. 30 രൂപയെ ഓട്ടോക്കാരൻ വാങ്ങിയുള്ളൂ. അങ്ങനെ ദീപാരാധനയ്ക്ക് നട അടച്ചു. എന്നാൽ നട തുറന്നിട്ട് അമ്മയുടെ മുമ്പിൽ വെക്കാമെന്ന് ആലോചിച്ചു നിൽക്കുമ്പോൾ അമ്പലത്തിലെ ചുറ്റുവിളക്ക് ആൾക്കാർ തിരക്കിട്ട് തെളിയിക്കുന്നു. ഞാനും അവരോടൊപ്പം കൂടി. ദീപാരാധന കഴിഞ്ഞു. ആ സമയം ചെണ്ടമേളം കേട്ട് ഞാൻ അവരോട് ചോദിച്ചു, എന്താ മേളം കേൾക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, കൃഷ്ണന്റെ അമ്പലത്തിൽ ഉത്സവത്തിന്റെ ഒരു ദിവസം ഭഗവാൻ അമ്മയുടെ അടുത്ത് വരുന്ന പതിവുണ്ട്, ആനപ്പുറത്ത് എഴുന്നള്ളിട്ട്, അതാണ് എന്ന് പറഞ്ഞു തീർന്നപ്പോഴേക്കും കള്ളക്കണ്ണൻ ദേവിയുടെ മുൻപിലെ മണ്ഡപത്തിൽ വന്നിരുന്നു. 2 പേരും മുഖാമുഖം. ഞാൻ 2 പേരുടെയും നടുക്കായതുപോലെ. എനിക്ക് എന്താ പറ്റുന്നതെന്ന് അറിയാത്ത അവസ്ഥ. മേലാകെ പോത്തു, കണ്ണ് നിറഞ്ഞൊഴുകി. ഞാൻ വേഗം മണ്ഡപത്തിൽ തന്നെ ഭഗവാന് ഈ പഴം സമർപ്പിച്ചു. ദേവിക്കും സമർപ്പിച്ച് തൊഴുതു. മനസ്സിൽ എന്തോ ഒരു ഭാരം, ആരോടെങ്കിലും ഒന്ന് പറയാതെ വയ്യ എന്ന തോന്നൽ. കണ്ണൻ തിരിച്ചു പോകും വരെ നിൽക്കാൻ എനിക്ക് പറ്റിയില്ല. വേഗം ബസ് കിട്ടി. വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞുപോയി ഭഗവാന്റെ കാര്യങ്ങൾ. ഹരേ കൃഷ്ണ. ഒരു കോരിത്തരിപ്പില്ലേ? അത് തന്നെയാണ് എനിക്കുണ്ടായത്. അപ്പം ത്രിമധുരം ചാനൽ അങ്ങനെയാണ്, കൃഷ്ണാനുഭവങ്ങൾ പറയുന്ന ചാനലാണ്. എല്ലാവരും ജോയിൻ ബട്ടണിലൂടെയൊക്കെ വരിക. വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാം. പിന്നെ കൃഷ്ണ വിഗ്രഹം വേണ്ടവർക്ക് വാങ്ങാവുന്നതാണ്. ഹരേ കൃഷ്ണ.